അല്ല സംഭവിച്ചു പോയി, പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കും. ഒരു 6 വർഷം നിന്നതിനകത്തൊരു നമുക്കൊരു എന്തെങ്കിലും തരത്തിലൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാ, ഫുഡിനാണെങ്കിൽ പോലും ശരി. ഞാൻ ഈ കല്യാണം കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്കൊക്കെ അത് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ എന്തോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. ഈ ഫോട്ടോയിൽ കാണുന്ന ഇവളെ വെറുക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് അടിക്കണം. എത്ര ആളുകൾ ഇന്ന് ഈ കേരളത്തിലെ ആളുകൾ ഇവളെ വെറുക്കുന്നുണ്ടെന്ന് അറിയാനാണ്. നമുക്കറിയാം, ഒരു പാവപ്പെട്ട ഒരു ബസ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത് അന്നുള്ള കുടുംബം പോറ്റി ജീവിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞ ഇവളെ സത്യം പറഞ്ഞാൽ എന്താണ് വിളിക്കുന്നത്? നിങ്ങളൊന്ന് പറ. ഞാനിവിടെ 1-2 പോസ്റ്റ് വെച്ച് തരാം. അതിനുശേഷം ഈ യുവാവുണ്ടല്ലോ, ഈ യുവാവിൻ്റെ ഒരു വോയിസ് ഞാൻ വെച്ച് തരാം. ആ യുവാവിൻ്റെ സുഹൃത്തിന് അയച്ചേക്കുന്ന വോയിസാണ് ഇവളെ പറ്റിയിട്ട്. 8 കൊല്ലം മുമ്പ് ഗൾഫിലേക്ക് ജോലി തേടി പോയ ഈ യുവാവിൻ്റെ ഈ വൈഫ് ഇവളെ എന്ത് വിളിക്കണമെന്ന് അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ചെന്നിട്ട് ജോലി എന്ന പേരിൽ അവിടെ ചെന്നിട്ട് വേറൊരുത്തനുമായിട്ട് പ്രണയത്തിലാവുന്നു. അവസാനം നാട്ടിൽ തനിക്ക് എല്ലാം ചെയ്ത് തന്ന് തന്നെ ഗൾഫിലേക്ക് വണ്ടി കയറ്റി വിട്ട് തൻ്റെ എല്ലാമായ കെട്ടിയവനെ ലാസ്റ്റ് തഴഞ്ഞു എന്നാണ് വേണമെങ്കിൽ പറയാം. അവസാനം നിയമപരമായിട്ട് ബന്ധം ഒഴിയാൻ വേണ്ടി ഉള്ള പരിപാടികളൊക്കെ നടത്തി അതിനുശേഷം തൻ്റെ പെൺകുഞ്ഞിനെയും കൂടെ ഇവള് ഈ മനുഷ്യൻ്റെ പക്കൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയും നാളും ഇയാൾ ആ പെൺകുഞ്ഞിനെ ഒറ്റയ്ക്കാണ് നോക്കിയിരുന്നത്. ആലോചിച്ച് നോക്കി. ഒരു തന്ത ഒരു പെൺകുഞ്ഞിനെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളിച്ച കാര്യമല്ല, ചില്ലറ കാര്യമല്ല. അങ്ങനെ ഒരു മനുഷ്യനെയാണ് ഇവളെ ഈ ഭൂമി ലോകത്തുനിന്ന് നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ഇവളെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സിസ്റ്റം ശരിയല്ല. അതാണ് നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടെയൊക്കെ സ്ട്രിക്റ്റാക്കി കൊണ്ടുവരണം. ഇതുപോലെയൊക്കെ ഓരോ ആണുങ്ങളെ ജീവിതം വെച്ച് കളിച്ചിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഇതുപോലുള്ള സാധനങ്ങളെ ഉണ്ടല്ലോ, നാട് കടത്തണം, കല്ലെറിഞ്ഞ് നാട് കടത്തണം. അതാണ് വേണ്ടത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്ത് വെക്കണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിവിടെ 1-2 പോസ്റ്റ് വയ്ക്കാം. നമ്മുടെ സ്വന്തം അടിമാലി എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അവൾ കാമുകനോടൊപ്പം ഗൾഫിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴും അയാൾ വേറൊരു കല്യാണം പോലും കഴിക്കാതെ 8 വർഷം ചിന്തിക്കേണ്ട കാര്യമാണ്. ആ മോനെ നെഞ്ചോട് ചേർത്ത് ജീവിച്ചു. മോനാണോ മോളാണോ? മോളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മോനെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ മോനാണെങ്കിലും 8 വർഷം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന് വേണ്ടുന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു മനസ്സ് സമ്മതിച്ചേ പറ്റൂ. അവസാനം മോൻ്റെ കാര്യത്തിൽ കോടതി വിധി അവൾക്ക് അനുകൂലം. അതോടെ അയാൾ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു എന്നേക്കുമായി. ഇട്ടേച്ചു പോയവർക്ക് അനുകൂലവും 8 വർഷം പോറ്റി വളർത്തിയ അച്ഛന് പ്രതികൂലവുമായി വന്ന ആ കോടതി വിധിയുടെ ലോജിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സിസ്റ്റം മാറണം. ഈ തൊലിഞ്ഞ സിസ്റ്റം മാറിയാൽ മാത്രമേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കാതിരിക്കും ആളുകൾ. ഇനി ഒരു പോസ്റ്റും കൂടെ ഞാനിവിടെ വായിക്കാം. അപ്പം അതുകൊണ്ട് ഇതിനടുത്ത് കാണുന്ന ഇതാണ് ആ വൃത്തികെട്ടവൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്വന്തം അടിമാലിയിലൂടെയാണ് അത് വീണ്ടും വന്നേക്കുന്നത്. ഒരു പേജാണ് കേട്ടോ. നാണമുണ്ടോടി നിനക്ക്? ഒരുത്തനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു, അവൻ്റെ ചിലവിൽ പഠിച്ച് ജോലി നേടി, അവൻ്റെ ചിലവിൽ വിദേശത്തേക്ക് പോയി, അവിടെ ചെന്ന് വേറെ ബന്ധം ഉണ്ടാക്കിയ നിന്നെ തേവിടിച്ച് എന്നല്ലാതെ എന്ത് വിളിക്കണം? ആ കുഞ്ഞിനെ നീ നേടിയെടുത്തപ്പോൾ ജയിച്ചു എന്ന് അഹങ്കരിക്കുന്നുണ്ടാവും. അനുഭവിക്കും, ഉറപ്പാണ്. ഇങ്ങനെ അനുഭവിക്കുന്ന ചെറുപ്പക്കാരോട്, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ പേടിച്ചോടുമല്ല വേണ്ടത്, ജീവിച്ച് കാണിക്കണം. ഇങ്ങനെയുള്ള ടീംസിൻ്റെ മുമ്പിലൊക്കെ ജീവിച്ച് കാണിക്കണം. അല്ലാതെ ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതാദ്യം മനസ്സിലാക്കുക. അതിനോട് എനിക്ക് താല്പര്യമില്ല. മുന്നോട്ട് ജീവിച്ച് കാണിക്കണം, അതാണ് വേണ്ടുന്നത്. ഇനി ഇവിടെ ഞാൻ ഞെട്ടിക്കുന്ന യുവാവിൻ്റെ ആ ഒരു വോയിസ് വെച്ച് തരാം. പുള്ളി
ഇതിന് തൊട്ട് മുമ്പ് പുള്ളിയുടെ സുഹൃത്തായിട്ടുള്ള കൂട്ടുകാരൻ അയച്ചു കൊടുത്തിട്ടുള്ള വോയിസാണ്. പുള്ളി അത്രയ്ക്കും മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുന്നൊരവസ്ഥയിലാണ്. ഒരുപക്ഷെ ആരെങ്കിലും പുള്ളിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മോട്ടിവേഷൻ കൊടുക്കാനോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പുള്ളിക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുള്ളിക്ക് ഒഴിഞ്ഞു മാറി പോകാമായിരുന്നു. കുറച്ചും കൂടെ ജീവിതത്തിലേക്കൊക്കെ മുന്നോട്ട് കയറി വരായിരുന്നു. പോകുന്നത് പോട്ടെന്ന് വിചാരിച്ച് വിടുക. എല്ലാവർക്കും അങ്ങനെയൊന്നും പറ്റത്തില്ല, അത് വേറെ കാര്യം. ചിലവരുടെ മനസ്സങ്ങനെയാണ്. ചിലവർ പിന്നെ കല്ലി വല്ലി എന്ന് പറഞ്ഞിട്ട് ഓണർമാർ പോട്ടെ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് ജീവിച്ച് കാണിക്കും. അതാണ് വേണ്ടുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ആ ഒരു വോയിസ് വെച്ച് തരാം. അതിനുശേഷം ഒരു യുവതിയുടെ ഒരു പ്രതികരണം വെച്ച് തരാം. ഇതുപോലൊരു സ്ത്രീയാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ആലോചിച്ച് നോക്കി, സ്ത്രീകൾക്ക് ഒരു അപമാനം ഉണ്ടായൊരു സംഭവമാണിത്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? കല്ലെറിഞ്ഞ് ഓട്ടിക്കണം, അതാണ് വേണ്ടത്. നമ്മളെ മുമ്പിലൊക്കെ കാണുമ്പോൾ വരുവാണെങ്കിൽ കല്ലെറിഞ്ഞ് ഓട്ടിക്കണം. ഞാൻ ഈ അവിടെ ഈ ചെറുപ്പക്കാരൻ്റെ വോയിസ് വെച്ച് തരാം, ഇവളെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത്. ഓരോരുത്തർക്കും ഓരോന്ന് തലേ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് ശരി ഇന്നത് ഇന്നയാൾക്ക് ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്ന് തലേ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കുന്ന അത്രേ ഉള്ളൂ. ഞാനൊരു മെയ് 3 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയാണ്. കുറേ കൺഫർമേഷനും കാര്യങ്ങളും എല്ലാം കിട്ടി. ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തിക്ക് മറുപടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. ഇപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. നമ്മളിതൊക്കെ ഇവിടെ ഫസ്റ്റ് പോയി റിട്ടേൺ വന്നതിന് ശേഷമല്ലൊക്കെ നമ്മൾ അറിയുന്നേ. അപ്പോൾ എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാനില്ല. സംഭവിച്ചു പോയി, പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കും. ഇതൊക്കെ ഇവിടെ ഒരു 6 വർഷം നിന്നതിൻ്റെ അകത്തൊരു നമുക്കൊരു എന്തെങ്കിലും തരത്തിലൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ഫുഡിനാണെപ്പോഴും ശരി. ഞാൻ ഈ കല്യാണം കഴിഞ്ഞ 6 സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണ്ടി, എൻ്റെ കൊച്ചിനും വേണ്ടി, ഇവയ്ക്കും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവള് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോലെയാന്ന് പറയുന്നില്ല, പറയിപ്പിക്കരുത്. അവനുണ്ടായി കഴിഞ്ഞ ശേഷം എനിക്കിട്ട് ചെയ്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. എല്ലാവർക്കും ഇപ്പം പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാർ ശമ്പളമുണ്ട്, സാലറി ഉണ്ട്, 50,000 ശമ്പളമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഒന്നുണ്ട്. അതിനൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ബിന്ദുവമ്മ ആയിക്കോട്ടെ. എനിക്ക് എൻ്റെ അകത്ത് ഒരു വിഷയമുള്ള കേസല്ല. അവർ ചെയ്യട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊച്ചിന് വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ. അത് ചെയ്യാം, സമയം വരട്ടെ. അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടെന്ന് ഇട്ടിട്ട് പോട്ടെ. എനിക്ക് എൻ്റെ അകത്ത് മോശമുള്ള കേസല്ല. പിന്നെ ഞാൻ ആ വലിയച്ഛനെയും ആ ബിന്ദുമേനെ ഓർത്തിട്ട് മാത്രം ആ കൊച്ചിനെ അങ്ങോട്ട് വല്ലപ്പോഴും ഞാൻ വിടുന്നത്. അതുപോലെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്ന വല്ലപ്പോഴാണ്. പക്ഷെ അവൾ എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ് PGക്ക് പോകണമെന്ന്, PGക്ക് വിട്ടു. PSCക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് എഴുതുന്ന കൊണ്ട് പക്ഷെ വീട്ടിൽ നമുക്കിട്ട് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് അന്യനാട്ടിലേക്ക് ജോലിക്ക് വേണ്ടുന്നുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ചെലവഴിച്ച് അവളെ പൊന്നുപോലെ നോക്കിയിട്ട് ജോലിക്ക് വരെ അവളെ ഇഷ്ടത്തിനനുസരിച്ച് വിദേശത്ത് ജോലിക്ക് വരെ കയറ്റിവിട്ട് ആ ചെറുപ്പക്കാരൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി സപ്പോർട്ടോടുകൂടി പോയതിനു ശേഷം അവിടെ ജോലിയും ചെയ്തുകൊണ്ട് കയ്യിൽ കുറച്ച് പുത്തൻ കാശുകൾ വന്ന് കയ്യിൽ കുറച്ച്, അല്ലെങ്കിലും അങ്ങനെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് പെണ്ണുങ്ങളുണ്ട്. കയ്യിലേക്ക് കുറച്ച് പൈസ വരുമ്പോഴത്തേക്ക് എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. എല്ലാവരും എന്നല്ല, അത് എല്ലാ ഗണത്തിലും ഉണ്ട്. പുരുഷന്മാരിലും ഉണ്ട്, സ്ത്രീകളിലും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ട്. പിന്നെ തന്നെ നോക്കി വളർത്തിയ അച്ഛനമ്മമാരെ വേണ്ട, തന്നെ പൊന്നുപോലെ സ്നേഹിച്ച് തൻ്റെ കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ടോട് കൂടി എന്ന കെട്ടിയവന്മാരെ വേണ്ട, മക്കളെ വേണ്ട, നൊന്ത് പ്രസവിച്ച മക്കളെ പോലും വേണ്ടാത്തൊരു രീതിയാണ് കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് ഇവിടെയും കണ്ടത്. അവസാനം അവിടെ ഒരുത്തനെ പ്രണയിച്ച് ഈ പാവപ്പെട്ടവനെ നാട്ടിൽ ഇട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവസാനം വിധി വന്നപ്പോഴത്തേക്ക് നേരെ അവക്ക് സപ്പോർട്ടായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുള്ളിക്കത് താങ്ങാൻ പറ്റാവുന്നതിനും അപ്പുറമായിരുന്നു. ആ
കുഞ്ഞിനെ ഇത്രയും വർഷം പൊന്നുപോലെ നോക്കി വളർത്തി എന്നാലോചിച്ച് നോക്കി. രാവിലെ നമുക്കറിയാം ബസ് കണ്ടക്ടറിൻ്റെ ജോലിയൊക്കെ നമുക്കറിയാം, രാവിലെ വെളുപ്പംകാലം 4 മണി തൊട്ട് തുടങ്ങുന്ന പരിപാടിയാണ് രാത്രി 10 മണി വരെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് തൊഴിലുകളുണ്ട്, ഓടുന്ന ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ ഉറപ്പായിട്ടും അവർക്ക് നല്ല തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം. നമ്മുടെ സിസ്റ്റം ഉറപ്പായിട്ടും മാറേണ്ടതുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ ഇതിനൊക്കെ ഒരു വിധി എഴുതാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഏത് കോടതിയാണെങ്കിലും, സുപ്രീം കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും. ഇനി ഞാനിവിടെ ഒരു യുവതിയുടെ ഒരു ഓഡിയോ വെച്ച് തരാം. ഒരു യുവതിയുടെ ഒരു പ്രതികരണം. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഒരു യുവതി ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കാതിരിക്കും? സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ഇതുപോലെയുള്ള ടീംസിനെ വെച്ച് പുറപ്പിക്കുന്ന ആളുകളോട് ഇപ്പം ഇവള് വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നാണവും മാനവും കുറച്ച് ഉളുപ്പെങ്കിലും ഉണ്ടെങ്കിൽ, ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു പാവപ്പെട്ടവൻ്റെ ലൈഫ് തകർത്തിട്ടാണ് നിങ്ങളോട് വന്ന് ജീവിക്കുന്നത്. നിങ്ങളോട് ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ജീവിക്കാതിരിക്കുന്ന നിങ്ങളോട് ഈ പറഞ്ഞിട്ടുള്ള ലിവിങ് ടൂതർ ആണെങ്കിൽ, എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ഒരുത്തൻ്റെ ലൈഫ് തകർത്ത് അവൻ്റെ ജീവിതം വരെ കുട്ടിച്ചോറാക്കി അവൻ്റെ കുടുംബം പട്ടിണിയാക്കിയിട്ട് ഇരിക്കുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. പിന്നെ ഇതൊക്കെ ആരടുത്ത് പറയാനാണ്? ഇവന്മാർക്കൊക്കെ ചിന്തിച്ചുകൂടെ? ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങളെ സ്വീകരിക്കുന്ന അവന്മാർക്കൊന്നും ചിന്തിക്കാം. അതിനൊരു കെട്ടിയവനുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. അവരവസ്ഥ എന്താവും എന്നൊക്കെ അവന്മാർക്കും ചിന്തിക്കാം. ഓക്കെ, എന്തായാലും ഞാൻ ആ യുവതിയുടെ ഒരു വോയിസും കൂടെ വെച്ച് തരാം. നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടു പോകേ. മറ്റെല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് പോലെ ഒരു വീഡിയോ ആയി പോവരുത്. എല്ലാ കാര്യങ്ങളും പോലെ ഒരു നിസാര വീഡിയോ ആയി പോവരുത്. ഞാനൊരു പെണ്ണാണ്, പക്ഷെ ഇയാളുടെ സ്ഥാനത്ത് ഇതൊരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളടക്കമുള്ള സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും അതിനെ വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമാക്കിയാണ്. നമ്മുടെ നാട്ടിലെ ഊമ്പിയ നിയമം അങ്ങനെ തന്നെ പറയണം. കാരണം ശരിക്കും നീതി അർഹിക്കുന്നവർക്ക് നീതി കിട്ടുന്നില്ല, എങ്കിലോ കാശുള്ളവർക്ക് നീതിയുണ്ട്. എന്താ പറയണ്ടെന്നൊന്നും അറിയത്തില്ല. പലരും ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതിന്റെ വേദന റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ അത് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ എന്തോ ഇങ്ങനൊരു അവസ്ഥയിൽ ഇത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നി. എല്ലാ വീഡിയോയും നിങ്ങൾ തെളിവ് സഹിതം അന്വേഷിച്ച് എല്ലാ രീതിയിലും ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് ഒരുപാട് മുകളിലായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് എങ്ങനെയെങ്കിലും ഇത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അവരെ കൊണ്ട് ഇത് ചർച്ച ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിരിക്കണം. കാരണം നാളെ ഒരാൾക്ക് ഇങ്ങനെ വരരുത്. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. പെണ്ണിനൊരു മുമ്പിലാണ് നീതിയും നിയമവും ഒക്കെ, പക്ഷെ അത് പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാനൊരു പെണ്ണ, എനിക്കത് മനസ്സിലാവും. ഇതേ അവസ്ഥയിൽ കുറെ ആണുങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നുണ്ട്. നമ്മുടെ നിയമമാണ് അയാൾക്ക് അയാളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള കാരണം. അവള് ജോലി സംബന്ധമായി പോയി അവിടെ മറ്റൊരാളുമായി സെറ്റിലായി. അവളുടെ എന്തുവാ നീ പറയാൻ പറ്റത്തില്ല പല വാക്കുകളും. അപ്പോഴെല്ലാം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് 8 വർഷം വളർത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് കുറച്ച് പൈസയും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ അവളുടെ മറ്റവനുമായി കൂട്ടി നാട്ടിൽ വന്ന് നിയമത്തിന്റെ പഴു കൂട്ടുപിടിച്ച് ആ കുഞ്ഞിനെ സ്വന്തമാക്കിയപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടത് ജീവനും ജീവിതവും കുഞ്ഞും എല്ലാം. അതുകൊണ്ടാണല്ലോ ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്. ഇനി ഒരാണും, ഇപ്പൊ നിങ്ങളും ഒരാണാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും ഇതുപോലൊരു അവസ്ഥ ഇനി ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നടങ്കം ശബ്ദമുയർത്തണം. നമ്മുടെ നിയമത്തിന് നേരെ വിരൽ ചൂണ്ടണം. നമ്മുടെ നിയമം ശരിയല്ലാത്തത് കൊണ്ടാണ് പല പാവങ്ങളും ശിക്ഷിക്കപ്പെടുന്നതും പല കൊലപാതകളും രക്ഷപ്പെടുന്നതും. ഓക്കെ, കേട്ടല്ലോ. എന്തായാലും സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യൂ ഇതിനെ പറ്റിയിട്ട്.
അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.